ഇനിയിപ്പോൾ നേരെ കാണിച്ച് നമ്മളെ കോവക്ക വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇത് മേലെ കയറിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ പുല്ലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്കിതിപ്പോൾ പൂക്കാനായി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിത് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുക വേണ്ടത്. മണ്ണ് പോരാ, ഇതിനെടുക്കാൻ വളം കൊടുക്കണം, കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. അതിനാണിപ്പോൾ ഞാനിപ്പോൾ പരിപാടി ഇട്ടത്. നല്ല ശരിക്ക് പടർന്ന് നല്ല സാധനത്തിൽ കയറി തുടങ്ങി. ഇതിനിപ്പോൾ ഈ കാടെല്ലാം പറിച്ച് ഇങ്ങനെ വൃത്തിയാക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം പറിച്ച് വൃത്തിയാക്കിയാൽ ഇത് നല്ല വൃത്തി ഉണ്ടാവുമല്ലോ കാണാൻ. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ ഇത് നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ പറിച്ച് വൃത്തിയാക്കി ഇത് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുക. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ അതങ്ങ് വളർന്നോളും, അത് നല്ല ഉഷാറായിക്കോളും. അതേപോലെ ഇരുന്നുള്ളൂ. ഈ രണ്ടെണ്ണം ഉള്ളത് ഇവിടെ ഇതിങ്ങനെ നമ്മൾ വൃത്തിയാക്കി ഇതിനകത്ത് ചുറ്റും മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് കിളച്ച് കൊണ്ടുവരണം. ഇവിടെ മണ്ണില്ല, അതുകൊണ്ട് അപ്പുറത്തുനിന്ന് കിളച്ചിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടിക്കേ. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ ഇതേപോലെ വൃത്തിയാക്കണം. ഇതെല്ലാം ചെയ്താലും ഇത് എത്ര വൃത്തിയാക്കിയാലും ഇവിടെ വൃത്തിയാവില്ല. എന്നാലും നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്താൽ ഇത് ഇത് വളമെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് പോരാ, മണ്ണിടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പം നോക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ വൃത്തിയാക്കി ഇനിയിപ്പം മണ്ണ് കളച്ച് കൊണ്ടുവരണം. ഞാനിവിടെ ഈ പുല്ല് കൊണ്ടുവന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു കമ്പിളി കഷ്ണം, നല്ല തടിച്ച ഒരു കമ്പിളി കഷ്ണം ഇട്ട് എടുത്തിട്ടാണ് ഉള്ളത്. കണ്ടില്ലേ, ഇതേപോലെ ഇതേപോലെ ഒരു കമ്പിളി കഷ്ണം ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടോ, ഇതെല്ലാം ഇവിടെയെല്ലാം കാട് കയറി മൂന്ന് കാട് എത്ര നമ്മൾ വയക്കി വൃത്തിയാക്കിയാലും കാടുണ്ടാവും, ഒരുപാട് കാട്. അതാണ് ഇതിൻ്റെ വിഷമം. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതും കൂടി ഇവിടെ വൃത്തിയാക്കട്ടെ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഇഷ്ടം പോലെ പറിക്കാൻ കിട്ടും വെച്ചാൽ ദിവസവും പറിക്കാൻ കിട്ടുന്നൊരു വിളവാണ് കോവക്ക. നട്ട് കഴിഞ്ഞാൽ ദിവസവും പൂക്കാൻ തുടങ്ങിയാൽ നമുക്ക് കായ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ, മണ്ണ് കളിച്ചിട്ട് വരട്ടെ. ഞാനിപ്പോൾ മണ്ണ് കളിച്ച് കൊണ്ടുവന്ന് 2 കൊട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 2 കൊട്ട കളിച്ച് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇടാല. മഴ വരുന്നുണ്ട്, മഴ വരുന്നൊരു കൊണ്ടുവന്നിട്ട് വെച്ചാലുണ്ടല്ലോ എന്നാ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ ചുറ്റും ഇട്ട് കൊടുത്താൽ നമുക്ക് വേനിക്കാലാകുമ്പോൾ തടമാടിയിട്ട് ഇതിൻ്റെ അകത്ത് തടമാടിയിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാനും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ തടാക്കിയാൽ ചുറ്റും തുറന്നു കൊടുത്താൽ നമുക്ക് വെള്ളം ഒഴിക്കാനും പറ്റും. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മണ്ണിട്ട് കൊടുക്കുമ്പോഴല്ല അവർക്ക് നല്ലൊരു ഇതാണ്, നല്ലൊരു ഉഷാറ് കിട്ടും. എന്നുവെച്ചാൽ ഈ വേരുവെല്ലാം മുങ്ങി കിട്ടുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഉയരത്തിൽ മണ്ണിട്ട് കൊടുക്കണം. ഇങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്യലുണ്ടോ എന്താണെന്നറിയില്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യാം. കണ്ടില്ലേ, ഞാനിത് 2-4 കൊട്ട മണ്ണ് കളിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ കണ്ടല്ലോ, ഇത് ഞാനിപ്പം അതിനിട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം. ചുറ്റും ഇട്ട് കൊടുത്താൽ അവരെ പണി ഇട്ടു. കണ്ടില്ലേ, ഞാനിവിടെ ഈ പുല്ല് കളയാൻ വേണ്ടിയിട്ട് ഈ പുല്ല് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടാവില്ല. വേണ്ട, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പുല്ല് കളയൽ. മുറ്റത്തെ പുല്ലെല്ലാം ഇങ്ങനെ ചാക്ക് വിരിച്ചിട്ട്, ചാക്കല്ല കമ്പിളീൻ്റെ കഷ്ണം, വലിയ കമ്പിളീൻ്റെ കഷ്ണം, അത് ഇട്ട് വിരിച്ചിട്ടാണ് ഞാൻ കളി. വേണ്ട, ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉഷാറായിട്ട് വരും. വേണ്ട, അയ്യോ അത്യാവശ്യം വീർത്തി. ഇത്രയും മണ്ണ് ഉണ്ടായാലും ഇനി പോരാ, എന്നും വേണം മണ്ണ്. ഇത് മതിയാവില്ല. ഇപ്പം 4 കൊട്ട മണ്ണ് ഞാൻ കൊണ്ടുവന്നു, അത് പോരാ. തൽക്കാലം വീട്ടിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ എടുക്കാം. അങ്ങനെ കടത്തിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് പാട്.
ഉണ്ടോ ഉണ്ടല്ലേ ഇതേപോലെ കണ്ടല്ലോ ഇതേപോലെ മണ്ണിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരിക്കൽ വൃത്തിയാക്കണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഇത് കൂടി എടുക്കാം. ഉണ്ടല്ലേ ഈ സീമക്കൊന്നയും കൂടി കുറച്ച് ഞാൻ ഇതിൻ്റെ മേലെ കുടിച്ച് വെക്കാം. ഇതുണ്ടല്ലേ ഇതേപോലെ ഇത് ഞാൻ കുറച്ച് ഇതിൻ്റെ മേലെ ഇത് പൊട്ടി വെക്കുന്നത്. അതിനാ വെച്ചാൽ മേലോട്ട് ഇതിന് കാടിയായിരുന്നു. ആ വളവും എല്ലാം കൂടി അത് അതിൻ്റെ മേലെ മഴ പെയ്യുമ്പോൾ ചീനിട്ട് അതിൻ്റെ മേലെ വളമായിട്ട് ഞാൻ എനിക്കത് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് പിന്നെ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇത് പിന്നെ പറിക്കാൻ കിട്ടും. അല്ല കോവക്ക കോവക്ക ഇപ്പം തന്നെ പൂക്കാൻ തുടങ്ങി. പൂക്കാൻ്റെ ഇത് പൂടാൻ തുടങ്ങി. പോയി പൂട്ടില്ല, പൂടാൻ തുടങ്ങി. പൂട്ട് കഴിഞ്ഞാൽ പിന്നെ ദിവസവും പറിക്കാനുണ്ടാവും. ഇതിക്ക് ഇടാൻ തുടങ്ങിയാൽ അവരെ അങ്ങോട്ടിടും. പൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പൂടാൻ തുടങ്ങി കേട്ടാ. കോവക്ക പൂടാൻ തുടങ്ങി. ഇനി നമുക്ക് ഇഷ്ടംപോലെ പറിക്കാനുണ്ടാവും. കോവക്ക മുട്ടൊന്നും ഉണ്ടാവും, ഒരുപാടുണ്ടാവും. നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മേലെ നിൽക്കട്ടെ. ഇനി അതിനും കൂടി ഞാൻ വെച്ച് കൊടുക്കട്ടെ. ഇത്ര പോരാ, മണ്ണും ഇട്ട് നല്ല ഉഷാറായി. ഇനി നല്ലോണം നന്നായിക്കോളൂ. ഇതിനിടയ്ക്ക് ഇട്ടതിൻ്റെ ഇപ്പോൾ ചെറിയതല്ലേ ഞാൻ ഒരാഴ്ച മുമ്പേ ഇട്ടതാണ്. അത് ഇത്തിരി ആയില്ലേ. ഇനിയിപ്പോൾ ഇത് നല്ലോണം കണ്ട നല്ല ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കോവക്ക പറിക്കാം. ഇഷ്ടംപോലെ പറിക്കാം. പടന്ന് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് നടാനുണ്ട്. അതിപ്പോൾ നടാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്നെ തൃപ്തിപ്പെടാൻ വിചാരിക്കണം. ഇതേപോലെ ഇതിങ്ങനെ വെച്ച് കൊടുക്കും. അത് അച്ചിലാണ്, ഏകദേശം അച്ചിലേ ഉള്ളു വെച്ചത്. അതുകൊണ്ട് കൊണ്ടിട്ടിങ്ങനെ ഇത് കണ്ട ഇതേപോലെ നമുക്കിപ്പം ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തു. ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മൾ കണ്ട ഇത് കണ്ടില്ലേ, കണ്ട ഇതാ ഇത് കണ്ട കോവക്ക കണ്ടില്ലേ. അല്ല കോവേൻ്റെ ഇത് കണ്ട പടന്ന് കയറിയിട്ട് കണ്ട കോവ പൂക്കാൻ തുടങ്ങാൻ പോകുന്നു. പൂക്കാൻ ഇത് പൂരാൻ നോക്കുന്നുണ്ട് കേട്ടാ. പൂരാൻ നോക്കി തരും. ഇത് കണ്ട ഇതുപോലെ ആണ് മണ്ണിട്ട് കൊടുത്തിട്ടില്ല. കണ്ട ചുറ്റും ഇതേപോലെ തന്നെ ഇത് കണ്ട ഇതും നല്ലപോലെ പൂ വരുന്നുണ്ട്. കണ്ട നല്ല അടിപൊളി കണ്ടില്ലേ. കണ്ട നല്ലപോലെ നന്നായിട്ടുണ്ട്. നന്നായിട്ട് പടന്ന് വരുന്നുണ്ട്. നല്ല ചപ്പ് വീതിയോടെ വരുന്നു. ഇതിൻ്റെ ഇലയും കറി വെക്കാം കേട്ടോ. ഇതിൻ്റെ ഈ കോവക്കയുടെ ഇല നല്ല വിറ്റാമിനുള്ള സാധനമാണ്. ഇതിൻ്റെ ഇല നമുക്ക് കറി വെക്കാൻ പറ്റും. ഇല മാത്രമല്ല, കോവക്കേൻ്റെ ഇലയും വെക്കാം, ഇതിൻ്റെ കായും വെക്കാം, എല്ലാം വെക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.